നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴേ ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടേക്കുള്ള വഴിയോര കടകളിൽ ഈ കടല പുഴുങ്ങിയത്, ചോളം പുഴുങ്ങിയത്, മാങ്ങയിൽ മുളകിട്ടത് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാകും. നമ്മളതൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിട്ട്. ഈ അടുത്ത് ഞാൻ കടല പുഴുങ്ങിയത് ഒരു സ്ഥലത്ത് പോയപ്പോൾ മേടിച്ച് കഴിച്ചിരുന്നു. കൺമുന്നിൽ വെച്ച് തന്നെ അവരത് മുട്ടയൊക്കെ മിക്സ് ചെയ്താണ് തന്നത്. അന്നേ കരുതിയതാ വീട്ടിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അതിന് ഞാൻ ചെയ്തത് ഒരു പാൻ വെച്ച് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 4-5 വെളുത്തുള്ളി അല്ലി ഇട്ട് മൂപ്പിച്ചിട്ട് 2-3 സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ഉപ്പിട്ട് മൂപ്പിച്ചിട്ട് ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തു. അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ പുഴുങ്ങിയ കടല അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പിട്ട് പുഴുങ്ങിയ കടലയാണ് കേട്ടോ. അത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് 3 മുട്ട അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് അതും കൂടി ഈ കടലയിലേക്ക് ചേർത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് വേവിച്ചതിനെ ഒന്ന് കുറുക്കിയെടുക്കുക എന്ന് വെച്ചാൽ മുട്ട വെന്ത് അതുമായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. എന്നിട്ട് ഞാൻ മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു, ഉലുവാപ്പൊടിയും ചേർത്തു, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്ത് നന്നായിട്ട് തോർന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും ഇറക്കി വെക്കാറായ സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുത്തെടുത്തു. എന്ത് മണവും ആയിരുന്നെന്നറിയാമോ? അപ്പോഴേ ഞാൻ ആലോചിച്ചു, അന്ന് കഴിച്ച അതേ കടലയുടെ മണമാണല്ലോ കിട്ടിയതെന്ന്. കൂടെ ഒരു കട്ടൻ ചായയും പൊളിയാണ് കേട്ടോ.